1000 സ്വപ്നങ്ങളുമായാണ് മീര ആ മുറിയിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവന്റെ കണ്ണുകളിൽ സ്നേഹത്തിനു പകരം വെറുപ്പാണെന്ന് അവൾ അറിഞ്ഞില്ല. അവന്റെ പഴയ പ്രണയത്തിന്റെ നിഴലുകൾ ഇന്നും ആ മനസ്സിലുണ്ടായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ച ആ ഹൃദയത്തിൽ മീര വെറുമൊരു അപരിചിത മാത്രമായി. ക്ക് മുന്നിലിരുന്ന് തന്റെ ഭാരമേറിയ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റുമ്പോൾ അവളുടെ ഉള്ളം വിങ്ങുകയായിരുന്നു. ബ്ലൗസിന്റെ പുറകിലെ ഹുക്ക് അഴിക്കാൻ അവൾ ആവതും ശ്രമിച്ചു. പക്ഷേ കൈ എത്തുന്നില്ല. ആ നിസ്സഹായാവസ്ഥയിൽ അവൾ അറിയാതെ വിതുമ്പിപ്പോയി. ഇത് കണ്ട് അസഹിഷ്ണുതയോടെ എഴുന്നേറ്റു വന്ന അജയ് പരുക്കൻ രീതിയിൽ ആ ഹുക്കുകൾ വലിച്ചഴിച്ചു. ആ സ്പർശനത്തിൽ സ്നേഹത്തിന്റെ ചൂടില്ലായിരുന്നു, പകരം കത്തുന്ന ദേഷ്യം മാത്രം. ഒന്നും മിണ്ടാതെ അവൻ പുതപ്പിനുള്ളിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ തകർന്നുപോയ ഹൃദയത്തോടെ മീര ആ രാത്രിയുടെ നിശബ്ദതയിൽ തനിച്ചായി. അവന്റെ മനസ്സിലെ ആ പഴയ കാമുകി ആരായിരുന്നു? മീരയുടെ ജീവിതം ഇനി ഏത് ദിശയിലേക്ക്? പുതിയ വധു കുളിച്ച് റെഡിയായി അടുക്കളയിലേക്ക് വരുന്നു. അമ്മായിയമ്മ അവിടെ പണിയിലാണ്. അമ്മായിയമ്മ: എന്താ മോളെ നേരം വൈകിയത്? മരുമകൾ: അമ്മേ, ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. അമ്മായിയമ്മ: ഇങ്ങനെ എണീക്കാനൊന്നും ഇവിടെ പറ്റില്ല. നാളെ മുതൽ നേരത്തെ അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കണം. ദേ, അവന് ചായ കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് നീയും ഒന്ന് ഉണ്ടാക്കി കുടിക്കും. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. സീൻ 2, ബെഡ്റൂമിൽ. മരുമകൾ ചായയുമായി മുറിയിലേക്ക് വരുന്നു. ഭർത്താവിനെ തിരയുകയാണ്. അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. മരുമകൾ: ദാ ചായ. ഭർത്താവ് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചായ വാങ്ങി ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് റെഡിയായി ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്നു. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു പോകാൻ യാത്ര പറയുന്നു. അവൾ അവിടെ ഉണ്ടോ എന്ന് പോലും നോക്കാതെ തിരിഞ്ഞു പോകുന്നു. മരുമകൾ: ഏട്ടാ, ചായ കുടിക്കുന്നില്ലേ? ഭർത്താവ് മറുപടി പറയാതെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. ഭർത്താവ് കാറിൽ കയറാൻ നേരം അമ്മയും മോളും പുറത്തേക്ക് വന്നു. അവൾ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. അമ്മായിയമ്മയുടെ കാർക്കശം അജിത്ത് ജോലിക്ക് പോയോടനെ അമ്മായിയമ്മയുടെ ഭാവം മാറി. ഒരു വലിയ ചൂൽ മരുമകളുടെ കയ്യിലേക്ക് നീട്ടിക്കൊടുത്ത് അവർ ആജ്ഞാപിച്ചു: വീടും മുറ്റവും വൃത്തിയായി കിടക്കണം. ഇവിടെ വെറുതെ ഇരിക്കാൻ ആരെയും സമ്മതിക്കില്ല. മറുത്തൊന്നും പറയാതെ അവൾ ആ ചൂൽ വാങ്ങി മുറ്റം അടിച്ചു വാരി തുടങ്ങി. വീട്ടുജോലികളെല്ലാം ഓരോന്നായി അവൾ തീർത്തു. കഠിനമായ പണികൾക്കിടയിലും അവളുടെ മനസ്സ് അജിത്തിനെക്കുറിച്ച് മാത്രമായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ അവളുടെ അരികിലെത്തി. നിന്റെ സ്വർണമെല്ലാം എവിടെയാ? അതെല്ലാം ഇങ്ങനെ അലക്ഷ്യമായി വെച്ചാൽ പോരാ. പേടിയോടെയും വിനയത്തോടെയും അവൾ തന്റെ ആഭരണങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. കണ്ടു കൊതിതീരാത്ത ആർത്തിയിലായിരുന്നു അമ്മായിയമ്മ. അവർ അതെല്ലാം വാങ്ങി ഒരു വലിയ പെട്ടിയിലിട്ട് പൂട്ടിവെച്ചു. തന്റെ ഏക സമ്പാദ്യം നഷ്ടപ്പെട്ട അസ്വസ്ഥത അവളിലുണ്ടായിരുന്നെങ്കിലും ആ കുടുംബത്തെ വിശ്വസിച്ചതുകൊണ്ട് അവൾ അത് സഹിച്ചു. വൈകുന്നേരം അജിത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. അവനെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടിച്ചെന്ന് ബാഗ് വാങ്ങാൻ കൈനീട്ടി. എന്നാൽ അജിത്ത് ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടിമാറ്റി അകത്തേക്ക് നടന്നു. അവന്റെ മനസ്സിൽ മറ്റാരോ കുടിയേറിയിട്ടുണ്ടെന്ന് അവളുടെ ഉള്ളം പറഞ്ഞു. തല്ലിക്കളഞ്ഞ സ്നേഹം. അവൾ ആശ്വാസത്തിനായി ഒരു കപ്പ് ചൂട് കാപ്പിയുമായി അവന്റെ അരികിലെത്തി. ഏട്ടാ, കാപ്പി കുടിക്കൂ. അജിത്ത് പുറത്തേക്ക് പോയ നേരം അവൾ അവന്റെ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ ഡയറി അവളുടെ കയ്യിൽ കിട്ടി. അപ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. അജിത്തിന് മറ്റൊരു കാമുകിയുണ്ടെന്നല്ല, മറിച്ച് അമ്മായിയമ്മയുടെ കടുത്ത കടബാധ്യത തീർക്കാൻ വേണ്ടി മാത്രം തന്നെ വിവാഹം കഴിച്ചതാണെന്ന്. അജിത്തും അമ്മായിയമ്മയും ചേർന്ന് നടത്തുന്ന ഒരു വലിയ നാടകത്തിലെ ഇര മാത്രമാണ് താനെന്ന് അവൾ മനസ്സിലാക്കി. അതിലൊരു കുറിപ്പുണ്ടായിരുന്നു: അമ്മേ, കടം വീട്ടാൻ ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് മടങ്ങാൻ ഉമ്മയും ഉപ്പയും സഹോദരനും അനുവദിക്കില്ല എന്ന നിസ്സഹായ അവസ്ഥ അവളെ തളർത്തി. പക്ഷെ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അമ്മായിയമ്മ പൂട്ടിവെച്ച പെട്ടിക്കരികിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ നിശ്ചയദാർഢ്യം തിളങ്ങി. സ്വർണത്തിന് പകരം തന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ അവൾ ആ വലിയ തീരുമാനമെടുത്തു. അന്ന് രാത്രി അജിത്ത് വേഗത്തിലുറങ്ങി. അവന്റെ ഫോണിലേക്ക് തുടർച്ചയായി മെസ്സേജുകൾ വരുന്നത് കണ്ട് അവൾ മെല്ലെ ആ ഫോൺ എടുത്തു നോക്കി. ലോക്കില്ലാതിരുന്ന ആ ഫോണിൽ കണ്ടത് ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് ആയിരുന്നില്ല, പകരം അജിത്തിന്റെ ഒരു സുഹൃത്തിന്റെ സന്ദേശമായിരുന്നു. അജിത്ത്, നിന്റെ വീട്ടിലെ ജപ്തി ഒഴിവാക്കാൻ ആ പെണ്ണിന്റെ സ്വർണം ഉടനെ വിൽക്കണം, അല്ലെങ്കിൽ നിന്റെ അമ്മ വഴിയിലാകും. അവൾ തകർന്നുപോയി.
തന്നെ സ്നേഹിക്കാനല്ല, മറിച്ച് തന്റെ സ്വർണം വിറ്റ് അവരുടെ കടം വീട്ടാനാണ് ഈ കല്യാണം നടന്നതെന്ന് അവൾ മനസ്സിലാക്കി. സ്വന്തം വീട്ടിൽ മെയിംചനും വഴക്കിലാണ്. ജ്യേഷ്ഠനാണെങ്കിൽ അവളെ തിരിഞ്ഞുനോക്കാറുമില്ല, പോകാൻ ഒരിടമില്ല എന്ന സത്യം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ അമ്മായിയമ്മ ആ പെട്ടിയുമായി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അവൾ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ അവളെ തള്ളിമാറ്റി. നിന്റെ സ്വർണമല്ലേ, അത് ഇവിടെ സുരക്ഷിതമായി ഇരുന്നോളും, നീ പോയി പണി ചെയ്യ് എന്ന് അവർ ആക്രോശിച്ചു. അജിത്ത് ഇതൊന്നും കാണാത്ത ഭാവത്തിൽ ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. മണിക്കൂറുകൾക്ക് ശേഷം അജിത്തും അമ്മയും ദേഷ്യത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. അവർ ആ പെട്ടി അവളുടെ നേരെ എറിഞ്ഞു. അവരാ പെട്ടി അവളുടെ നേരെ എറിഞ്ഞു. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നോടി, അവരലറി. ആ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് വെറും മുക്കുപണ്ടങ്ങളായിരുന്നു. സത്യത്തിൽ സ്വന്തം വീട്ടിലെ അവസ്ഥ അറിയാമായിരുന്ന അവൾ തന്റെ സ്വർണം കല്യാണത്തിന് മുൻപ് തന്നെ വിശ്വസ്തനായൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മുക്കുപണ്ടം ധരിച്ചാണ് അവൾ കല്യാണപ്പന്തലിലെത്തിയത്. തനിക്ക് വരാനിരിക്കുന്ന ആപത്ത് അവൾ മുൻകൂട്ടി കണ്ടിരുന്നു. അവളുടെ പോരാട്ടം പോകാൻ ഒരിടമില്ലായിരിക്കാം, പക്ഷേ തന്നെ ചതിക്കുന്നവർക്ക് മുന്നിൽ തലകുനിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവൾ ശാന്തമായി പറഞ്ഞു, എനിക്ക് പോകാൻ വേറെ വീട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ ചതിയുടെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ സ്വർണം വിറ്റ് കടം തീർക്കാമെന്ന് നിങ്ങൾ മോഹിക്കേണ്ട. ഇനി ഈ വീട്ടിൽ ഞാൻ ജീവിക്കും, പക്ഷേ നിങ്ങളുടെ അടിമയായിട്ടല്ല, എൻ്റെ അവകാശങ്ങളോട് മാത്രം. അജിത്തും അമ്മയും സ്തബ്ധരായി നിന്നുപോയി. അവൾ പിച്ചി ചീന്തപ്പെട്ട ഒരു ഇരയല്ല, മറിച്ച് തൻ്റെ ജീവിതം സംരക്ഷിക്കാൻ പോരാടുന്നൊരു പെണ്ണാണെന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ കയ്യിലുള്ള തെളിവുകളും അവളുടെ ധൈര്യവും കണ്ട് അജിത്ത് തകർന്നുപോയി. കടം തീർക്കാൻ തൻ്റെ അമ്മ കാണിച്ച കുബുദ്ധിയിൽ താനും പങ്കാളിയായല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. അന്ന് രാത്രി അവൻ മുറിയിൽ തനിച്ചിരുന്ന് കരയുകയായിരുന്നു. അവൾ അകത്തേക്ക് വന്നപ്പോൾ അവൻ അവളുടെ കാൽക്കൽ വീണു മാപ്പിരുന്നു. എന്നാൽ അമ്മായിയമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവളെ വിശ്വസിക്കരുത് അജിത്തെ, ഇവൾ നമ്മളെ ജയിലിലാക്കും എന്ന് അവർ നിലവിളിച്ചു. പക്ഷെ അജിത്ത് ആദ്യമായി തൻ്റെ അമ്മയോട് ശബ്ദമുയർത്തി, അമ്മേ മതി, നമ്മളിവളെ ചതിക്കുകയായിരുന്നു. സ്നേഹിക്കാൻ വന്നൊരു പെണ്ണിനെ നമ്മൾ വെറും പണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇനി ഇത് നടക്കില്ല. അവൾ ശാന്തമായി അവരെ നോക്കി. തനിക്ക് പോകാൻ വേറെ വീടില്ല, ഉമ്മയും ഉപ്പയും തന്നെ സ്വീകരിക്കില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ ഈ വീട്ടിൽ ഒരു മാറ്റം വരണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ തന്റെ ബാഗിൽ നിന്ന് ആ അസൽ സ്വർണമെടുത്തു മേശപ്പുറത്ത് വെച്ചു. ഇത് എന്റെ സ്വർണമാണ്. ഇത് വിറ്റ് നിങ്ങളുടെ കടം തീർക്കാം. എനിക്ക് പണമല്ല വേണ്ടത്, ഒരു മനുഷ്യനെ പോലെ ഇവിടെ ജീവിക്കാനുള്ള അന്തസ്സാണ്. ഇത് അജിത്തേട്ടന്റെ കടമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യതയായി ഞാൻ ഏറ്റെടുക്കുന്നു. അവളുടെ ആ വലിയ മനസ്സ് കണ്ടപ്പോൾ അമ്മായിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. താൻ ഇത്രയും കാലം ഉപദ്രവിച്ച പെണ്ണാണ് ഇന്ന് തങ്ങളെ ജപ്തിയിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നോർത്തപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. അവർ അവളുടെ കൈപിടിച്ച് കരഞ്ഞുപോയി. ദിവസങ്ങൾ കടന്നുപോയി. ആ വീട് ഇപ്പോൾ പഴയതുപോലെയല്ല. അജിത്ത് അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങി. അമ്മായിയമ്മ അവളെ സ്വന്തം മകളെ പോലെ കരുതിത്തുടങ്ങി. തനിക്ക് പോകാൻ ഒരു ഇടമില്ലേ എന്ന നിസ്സഹായാവസ്ഥയിൽ നിന്ന് തന്റെ സ്നേഹവും ബുദ്ധിയും കൊണ്ട് അവൾ ആ വീടിനെ സ്വർഗമാക്കി മാറ്റി.